റബ്ബറിന്റെ താങ്ങുവില 300 രൂപ ആക്കണമെന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരി. 250 രൂപ താങ്ങുവിലയാക്കിയത് സർക്കാരിന്റെ തട്ടിപ്പാണെന്നും ഇടതു വലത് സർക്കാരുകൾ റബ്ബർ കർഷകർക്കായി കോടിക്കണക്കിന് രൂപ നീക്കിവെക്കുന്നുണ്ടെങ്കിലും അത് കർഷകരിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 250 രൂപ അത് സർക്കാരിന്റെ ഒരു തട്ടിപ്പ് മാത്രമാണ്. എനിക്ക് 100% പറയാൻ പറ്റും. 250 രൂപയ്ക്ക് മേളിലാണ് ഇപ്പോൾ നമ്മുടെ വില നിൽക്കുന്നത്. അവർക്കൊന്നും അതിനകത്തുനിന്ന് ഒരു പൈസ പോലും കുറവ് വരുന്നില്ല. നമ്മളിപ്പോ റബ്ബർ കർഷകർക്ക് കൊടുക്കുന്ന സബ്സിഡി ഇനങ്ങളും അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളും നമുക്ക് നേരിട്ട് പൈസയായിട്ടല്ല നമ്മൾ കർഷകർക്ക് കൊടുക്കുന്നത്. പല വിധത്തിലുള്ള പദ്ധതികൾ അതെല്ലാം കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം വന്നു കഴിഞ്ഞപ്പോഴാണ് ജനങ്ങൾ അറിയുന്നത്. അത്രയധികം കാര്യങ്ങൾ, ടാപ്പേഴ്സിന് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, കർഷകർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, ഇതെല്ലാം എന്ന് പറയുന്ന അവർക്ക് അവരുടേതായ ഈ കൃഷി വ്യാപിപ്പിക്കാനുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇവിടുത്തെ സർക്കാരിനോട് പറയാനുള്ളത്, ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഒരു പൈസ പോലും, നിങ്ങൾ 250 വെച്ചാൽ പോലും അതിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു വിലയനുസരിച്ചിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ആ പൈസ അതിൽ നിന്ന് എടുക്കേണ്ടി വരില്ല. അതുകൊണ്ട് നിങ്ങൾ അതൊരു 300 രൂപയിലേക്ക് ആക്കുമായിരുന്നു ഈ സമയത്ത് വേണ്ടത്. നിങ്ങൾ കർഷകരുടെ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ്. കാരണം റബ്ബർ ബോർഡിനെ സംബന്ധിച്ച് റബ്ബർ ബോർഡ് കേന്ദ്ര സർക്കാരുമായി ചേർന്നുകൊണ്ട് നടത്തിയ കാലാനുസൃതമായ മാറ്റങ്ങൾക്കനുസരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വില ഒരു സ്റ്റേബിൾ. ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ വില മാത്രമല്ല, LDF സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ കോടിക്കണക്കിന് രൂപ വെച്ചിരുന്നു. പക്ഷെ അവർക്ക് ഒന്ന് പറയട്ടെ, എത്ര രൂപ അവർക്ക് കർഷകർക്ക് കൊടുക്കേണ്ടി വന്നു? പണം നീക്കി വെക്കുന്നുണ്ട്, പക്ഷെ കർഷകർക്ക് കൊടുക്കേണ്ടി വരുന്നില്ല. അതിന്റെ ഒരു വ്യവസ്ഥിരത നമ്മൾ നിലനിർത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ 270 280 രൂപ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു 300 രൂപയിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.